പത്തനംതിട്ട ആറന്മുളയിൽ പ്രളയത്തിൽ മുങ്ങിയ റോഡ് ശുചീകരിച്ച് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും. MLA അഡ്വക്കേറ്റ് അബിൻ വർക്കിയുടെ നിർദ്ദേശപ്രകാരം ആറന്മുള മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. കഴിഞ്ഞ ദിവസം ആറന്മുള MLA അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനപ്രതിനിധികളുടെ അവലോകന യോഗത്തിൽ ആറന്മുള മേഖല വൃത്തിയാക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ MLAക്ക് കഴിഞ്ഞ രാത്രിയിലുണ്ടായ അപകടത്തെ തുടർന്ന് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല. അതിനാൽ ആറന്മുള മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ പുതുപ്പറമ്പിൽ പറഞ്ഞു. അതായത് നമുക്കറിയാം, വെള്ളപ്പൊക്കം വന്ന് വളരെ പ്രയാസത്തിൽ 3-4 ദിവസം നമ്മൾ വളരെ പ്രയാസത്തിലായിരുന്നു. ആ ഒരു പ്രയാസമൊക്കെ ഇറങ്ങി ഇനി വൃത്തിയാക്കുക എന്നുള്ള ചുമതലയാണ്. ഇനിയിപ്പം വീടുകൾ വൃത്തിയാക്കണം, കിണറുകൾ വൃത്തിയാക്കണം. ഇതൊക്കെ നിരന്തരമായിട്ട് ചെയ്യേണ്ടി. ഇന്ന് മഴ തോന്നുന്ന സാഹചര്യത്തിൽ ചള്ള ഉണങ്ങുന്നതിന് മുമ്പേ ചള്ളയൊക്കെ മാറ്റേണ്ട ചുമതലയുണ്ട്. അതിനെല്ലാവരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. നിരവധി ആൾക്കാർ ചേർന്ന് നമ്മുടെ ആറന്മുള ഐക്യര ജംഗ്ഷന്, അമ്പലത്തിൻ്റെ ഭാഗമേ, അങ്ങനെ സത്രക്കടവയൊക്കെ വൃത്തിയാക്കുന്നൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുള്ള ഈ പ്രവർത്തനം. ആറന്മുള ഐക്യര ജംഗ്ഷൻ, ക്ഷേത്രത്തിനു മുൻവശം, സത്രക്കടവ് എന്നിവിടങ്ങളിൽ വൃത്തിയാക്കി. പ്രളയത്തിൽ പമ്പയാറ് കരകവിഞ്ഞൊഴുകിയപ്പോൾ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ് നീക്കം ചെയ്തത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലുള്ളവരും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ വീടുകളും കിണറുകളും വൃത്തിയാക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.